11 എന്ന സിനിമ കണ്ടു. ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതൊരു നല്ല സിനിമയാണ്, നിങ്ങൾ കണ്ടു നോക്കൂ എന്നും പറയാൻ പറ്റില്ല. ഇതൊരു മോശം സിനിമയാണ്, നിങ്ങൾ കാണണ്ട എന്നും പറയാൻ പറ്റില്ല. സോ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഈ സിനിമയിൽ നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളും മോശമെന്ന് തോന്നിയ കാര്യങ്ങളും ഞാൻ പറയാം. ഇത് രണ്ടും കേട്ടിട്ട് നിങ്ങൾക്കിത് കാണണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ ഓൾറെഡി ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെയും എന്റെയും അഭിപ്രായം ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നവീൻ ചന്ദ്ര നായകനായി തമിഴിലും തെലുങ്കിലുമായിട്ട് റിലീസായ ഒരു സിനിമയാണ് 11. ലോകേഷ് ആണ് ഇതിന്റെ സംവിധായകൻ. ലോകേഷ് കനകരാജ് അല്ല, ഇത് വേറൊരു ലോകേഷ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് അയ്യേ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും, ചില സമയത്ത് അമ്പോ അടിപൊളി എന്ന് തോന്നും. ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സിനിമയാണിത്. സോ ആദ്യം ഞാൻ ഈ സിനിമയിലെ നല്ല ആസ്പെക്റ്റുകൾ, എനിക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് ഇതിന്റെ സിനിമാറ്റോഗ്രഫി. ഇതിലെ നൈറ്റ് വിഷ്വൽസ്, പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള രാത്രിയുടെയൊക്കെ വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പകൽ ഷൂട്ട് ചെയ്തിട്ട് നീല വെളിച്ചം അടിച്ച് കാണിക്കുന്ന പരിപാടിയൊന്നുമല്ല. പ്രോപ്പർ നൈറ്റ് നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്തിട്ട് സ്ലോ മോഷൻസും എല്ലാം ആയിട്ട് നല്ല രസമാണ് ഇതിലെ നൈറ്റ് സീക്വൻസുകൾ കാണാൻ. ഇതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല, ഒരു ആവറേജ് ബഡ്ജറ്റ് സിനിമയാണ്. എന്നിട്ടും ആ ഒരു വിഷ്വൽ ക്വാളിറ്റി നല്ല രീതിയിൽ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എനിക്ക് പോസിറ്റീവായി തോന്നിയ കാര്യം, ഈ സിനിമയുടെ ബേസിക് കഥ സ്പോയിലർ ഇല്ലാതെ ഒരു 2 വരിയിൽ പറയുകയാണെങ്കിൽ, ചെന്നൈയിൽ ഒരു സീരിയൽ കില്ലർ കുറേ ആൾക്കാരെ കൊല്ലുന്നു, പോലീസ് ഇത് അന്വേഷിക്കുന്നു. ഇതാണ് ഇതിന്റെ ബേസിക് കഥ. അപ്പോൾ ഇന്റർവെലിനോട് അടുപ്പിച്ചിട്ട് ആൾക്കാരെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അത് വളരെ പുതുമയുള്ള ഒരു പരിപാടിയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു സംഭവം ആ സിനിമയിൽ, അതുവരെയുള്ള സിനിമയുടെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല, മുമ്പ് സിനിമകളിൽ കാണാത്തൊരു കാര്യം കൂടിയായിരുന്നു അത്. സോ ആ ഒരു കില്ലിങ്ങിന്റെ രീതി നല്ല പുതുമയുണ്ടായിരുന്നു, അത് കൊള്ളാമായിരുന്നു. പിന്നെ അടുത്ത പോസിറ്റീവ്, ഈ സിനിമയിൽ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. കാരണം ഈ സീരിയൽ കില്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും സീരിയൽ കില്ലറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് വരണമല്ലോ. പക്ഷെ ആ ഫ്ലാഷ് ബാക്ക് ഒരു മടുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ ആയ രീതിയിൽ വരാതെ നമുക്ക് ഏകദേശം അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ആ ഫ്ലാഷ് ബാക്ക് നല്ല രസമായിട്ട് അവർ ചെയ്തു. കാരണം തുടക്കത്തിൽ കുറച്ച് ഡ്രോയിങ്സ് വെച്ച് കഥ പറയുന്നു, പിന്നെ കുറച്ച് നേരം ഫ്ലാഷ് ബാക്ക് പറയുന്ന ആൾ സംസാരിക്കുന്നു, പിന്നെ കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നു. ഈ ഫ്ലാഷ് ബാക്കിലുള്ള ആ പെർഫോമൻസുകളും, ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ട്, ആ പയ്യൻ്റെ പെർഫോമൻസും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഫ്ലാഷ് ബാക്ക് സർപ്രൈസിംഗ്ലി വളരെ നന്നായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അടുത്ത പോസിറ്റീവ്, ഈ സിനിമയുടെ ടൈറ്റിൽ. ഈ ടൈറ്റിലിന് ഒരു ബ്രില്യൻസ് ഉണ്ട്. 11 എന്ന് പറയുന്ന ആ ഒരു പേര് ഈ സിനിമയുടെ മെയിൻ തീമിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അത് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു പോയിന്റ് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഈ 11 എന്ന നമ്പർ ഏറ്റവും അവസാനത്തെ സീനിൽ ഒരു ഡ്രസ്സിൽ വരുന്ന രീതിയിലും കാണിച്ചിട്ടുണ്ട്. അതും നല്ല രസമായിട്ടുണ്ടായിരുന്നു. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്സ്. ഇനി നെഗറ്റീവ്സ് പറയാം. ഈ സിനിമയുടെ ഒന്നാമത്തെ നെഗറ്റീവ്, ഇതിലെ നായികയായിട്ട് അഭിനയിച്ച ആക്ട്രസ് ആണ്. ആ ആക്ട്രസിൻ്റെ പേര് റിയ എന്നാണ്. സിനിമയുടെ പ്രൊഡ്യൂസറുടെ പേരും റിയ എന്നാണ്. ഇത് വിക്കിപീഡിയ നോക്കിയപ്പോൾ ഇവരുടെ വേറെ ഡീറ്റെയിൽസ് ഇല്ല, IMDb-യിലുണ്ട്. സോ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസർ തന്നെയാണ് സിനിമയിലെ നായിക. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ പ്രശ്നവും. പക്ഷേ ഈ കാര്യത്തിന് ഞാൻ നമ്മുടെ ഡയറക്ടറെ കുറ്റം പറയില്ല. കാരണം ഞാനും ഇതുപോലെ തിരക്കഥ എഴുതി ഡയറക്ടേഴ്സിനോട് പറഞ്ഞ് അവസാനം 2 ഡയറക്ടേഴ്സ് 2 തിരക്കഥകളെ അക്സെപ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസർ വരെ ആയിട്ടും സിനിമ നടക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. ഇതേപോലെ ഈ പുള്ളി തിരക്കഥയും കൊണ്ട് നടന്നിട്ട് ആരും അക്സെപ്റ്റ് ചെയ്യാതെ അവസാനം ഒരാൾ ഞാൻ നായികയാവുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്. പക്ഷേ ഈ നായികയായിട്ട് അഭിനയിച്ച ആക്ട്രസ് മാത്രമല്ല പ്രശ്നം, നായിക വരുന്ന എല്ലാ സീനും മോശമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ഒരു പക്ഷേ നായികയുടെ അഭിനയം മോശമായതുകൊണ്ട് സീനും കൂടെ മോശമായാൽ ആൾക്കാർ ഈ ഒരു അഭിനയത്തിനെ മാത്രം കുറ്റം പറയില്ല എന്ന് കരുതി സീൻ അങ്ങനെ ആക്കിയതാവാനും സാധ്യതയുണ്ട്. ഇതിൽ നായികനെ ആദ്യം കാണിക്കുന്ന സീനിൽ തന്നെ നമുക്ക് അയ്യേ എന്നായി പോകും. എനിക്കങ്ങനെ തോന്നി, നിങ്ങൾക്ക് അങ്ങനെയാണോന്ന് അറിയില്ല. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക്, ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പല പ്രധാന സീനുകളിലും ഈ നായിക ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയുടെ ടോട്ടൽ ടോണുമായിട്ട് അങ്ങ് ചേരുന്നില്ല. നേരത്തെ ഞാൻ ഈ സിനിമയുടെ തീം പറഞ്ഞില്ലേ, ഈ ഒരു തീമിലേക്ക് ഒരു ലവ് ട്രാക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? അതും ഇങ്ങനെ ഒരു നായികയും കൂടെ ആകുമ്പോൾ മഹാബോറാണ് ആ സീക്വൻസ് ഒക്കെ. ഇതെല്ലാം പൊട്ടെന്ന് നോക്കാം. സിനിമയുടെ ഏറ്റവും അവസാനം ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നായികയുടെ ക്യാരക്ടറെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അത് ഇവർ ചെയ്തുകൊണ്ട് മാത്രമല്ല, ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു ബേസിക് ലോജിക്കില്ലായ്മയുണ്ട്. അത് മണ്ടത്തരമാണോ അതോ നായികയാണല്ലോ ചെയ്യുന്നത്, അതിൽ ലോജിക്കില്ലാതെ നമുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു ട്രാക്ക് പിടിച്ച് വന്നാണോ എന്നറിയില്ല. അതുവരെ ചെയ്തു വന്നതെല്ലാം കുളമാക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സീക്വൻസ്. ഇനി അടുത്ത പ്രശ്നം, ഈ സിനിമയിലെ വേറെ ചില കാസ്റ്റിംഗ് ചോയ്സുകളാണ്. ആൾക്കാരുടെ അഭിനയമൊക്കെ ചില സമയത്ത് ഭയങ്കര ബോറാണ്. ഇതിനും അയാളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഞങ്ങളൊരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസർ വരെ ആയി, ആക്ടറിൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് സിനിമ നടക്കാതെ പോകുന്നത്. അപ്പോൾ
ഇവർക്ക് നവീൻ ചന്ദ്രയെ കിട്ടി, ബാക്കിയുള്ള റോൾസിനും വലിയ ചിലവില്ലാത്ത ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഈ സിനിമ എങ്ങനെയെങ്കിലും നടത്തുക എന്നായിരിക്കും ഡയറക്ടർ ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ചില സീനുകളിൽ ചില ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നമുക്ക് പോരാ എന്ന് തോന്നും. പ്രത്യേകിച്ച് ഇതിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ റോളുണ്ട്. ആ പുള്ളി വരുമ്പോൾ സ്ലോ മോഷനൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ആളെ കാണിക്കുന്നത്. നമുക്ക് തന്നെ തോന്നി ഇയാൾ ആരാണ് ഇങ്ങനെ സ്ലോ മോഷൻ ഇട്ട് കാണിക്കാൻ തോന്നിപ്പോകും. കാരണം നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് അല്ല. അങ്ങനെ കുറച്ച് കാസ്റ്റിങ്ങിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പുള്ളിക്ക് ഒരു സിനിമ എങ്ങനെയും നടത്തണം എന്നായിരുന്നു. സോ ടെക്നിക്കലി ആള് നന്നായിട്ട് പിടിച്ചു, സിനിമാറ്റോഗ്രഫി കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു ആക്ടിങ് അല്ലെങ്കിൽ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ കിട്ടിയ ആൾക്കാരെ വെച്ച് ഒപ്പിച്ചു. അത് ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകളാണ്. ഇതിൽ 2 ഫൈറ്റ് സീക്വൻസുകളുണ്ട്. ഈ 2 ഫൈറ്റും തരക്കേടില്ലാത്ത ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. പക്ഷെ കുഴപ്പമെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇവിടെ അടി നടക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നായകൻ്റെ കൂടെ നിൽക്കില്ല. വേഗം ഈ അടിയൊന്ന് അവസാനിപ്പിച്ച് കഥ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നായിപ്പോവും. ശരിക്കും ഒരു ആക്ഷൻ സീക്വൻസ് വരുമ്പോൾ നല്ല ബിൽഡപ്പ് വേണം, കൃത്യമായ റീസണിങ് വേണം. നമുക്ക് ഇങ്ങനെ കയറി ഇവിടെ വെച്ച് അടി പൊട്ടണം എന്നൊരു ഫീൽ വന്നിട്ട് അടി വരുമ്പോഴാണ് നമ്മൾ ആക്ഷൻ സീക്വൻസ് എൻജോയ് ചെയ്യുക. അതിവിടെ ഭയങ്കരമായിട്ട് മിസ്സായി. ഇനി അടുത്ത പ്രശ്നം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഇതിൽ ഡി ഇമാനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സംഭവം പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സീക്വൻസുകൾ നമ്മൾ എവിടെയൊക്കെയോ കേട്ടതുപോലെ ഉണ്ട്. ബാഹുബലിയിലൊക്കെ കേട്ടതോ അല്ലെങ്കിൽ പല പല സിനിമകൾ കേട്ടിട്ടുള്ള മ്യൂസിക് പോലെ ഉണ്ട്. ഡി ഇമാൻ എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളി ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചെന്താന്ന് മനസ്സിലായില്ല. എന്ന് വെച്ച് സിനിമയുടെ മൂഡുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എവിടെയൊക്കെയോ കേട്ടു എന്നുള്ളൊരു ഫീൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒരു സൂക്കറവ്. അടുത്ത പ്രശ്നം ഇതിലെ ഡയലോഗ്സ് ആണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാകുമ്പോൾ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് വിഷ്വലി കാണിച്ചു തരാൻ പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ സംശയങ്ങളോ അല്ലെങ്കിൽ പുതിയ അനുമാനങ്ങളോ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരിക്കും ഡയലോഗിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ സിനിമയിൽ എപ്പോഴൊക്കെ ഈ പോലീസുകാർ സംസാരിക്കാൻ തുടങ്ങിയോ അപ്പോഴൊക്കെ നമുക്ക് ബോറടിക്കും. കാരണം ഇവർ അത്രയും സില്ലിയായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്നുകിൽ ഓൾറെഡി സിനിമയിൽ നമുക്ക് കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒട്ടും റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഡയലോഗ്സാണ് ഇതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ മിക്കവാറും സമയത്ത് വരുന്നത്. എന്തിനിപ്പോൾ ഇവർ ഇത് പറയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ കുറച്ച് പ്രശ്നം ഈ സിനിമയിൽ പല ഡയലോഗ്സിനും വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ പ്രശ്നം ലോജിക്കില്ലായ്മയാണ്. അതായത് ഒരു ത്രില്ലർ ആവുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. ഒരു പക്ക കൊമേഴ്ഷ്യൽ പോട്ട് ബോയിലർ ആണെങ്കിൽ കുറേ കാര്യം നമ്മളങ്ങ് വിട്ട് കളയും, പോട്ടേന്ന് വയ്ക്കും. പക്ഷേ ത്രില്ലർ ആകുമ്പോൾ അങ്ങനെയല്ല, എല്ലാ കാര്യവും നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ലോജിക്ക് ഇല്ലാത്ത ചില പരിപാടികൾ കാണുമ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോകും. അങ്ങനെ ചില പ്രധാന സമയങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം, സ്പോയിലറായിട്ടല്ല. ഒരാളെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇയാൾ പിന്നെ എണീറ്റ് പിന്നാലെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ അയാളെ ഒരു മുറിക്കകത്ത് പൂട്ടിയിടാം, അല്ലെങ്കിൽ അയാളെ അറ്റ്ലീസ്റ്റ് കെട്ടിയിടുമെങ്കിലും ചെയ്യാം. അത് ചെയ്യാതെ അയാളെ തലക്കടിച്ച് ബോധം കെടുത്തി അവിടെ ഇടുന്നു. എന്നിട്ട് ഇയാൾ എണീറ്റ് തിരിച്ചു പോയിട്ട് ഈ തലക്കടിച്ചവനെ തിരിച്ച് പണി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറേ കാര്യങ്ങൾ കഥയുടെ ആവശ്യത്തിന് വേണ്ടി കഥാപാത്രം അങ്ങനെ ചെയ്യുന്നതായിട്ട്. ഇപ്പം നമ്മുടെ ആവശ്യമാണ് അയാൾ വീണ്ടും എണീറ്റ് വരണം എന്നുള്ളത്. പിന്നെ നേരത്തെ നായിക ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ അവസാന സമയത്ത്, അതൊക്കെ കഥയുടെ ആവശ്യമാണ് നായിക അങ്ങനെ ചെയ്യണമെന്ന്. അല്ലാതെ ലോജിക്കലി ഒരാൾ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങൾ ഇതിൻ്റെ കഥയിലെ ചില സീക്വൻസുകൾക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യും. ഇനി അവസാനത്തെ പ്രശ്നം ഈ സിനിമയുടെ അവസാനത്തെ ട്വിസ്റ്റാണ്. ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, അതൊക്കെ അത്യാവശ്യം രസമാണ്. പക്ഷേ ഏറ്റവും അവസാനം ഒരു ട്വിസ്റ്റ് വയ്ക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മളെ പിന്നെ ഈ സിനിമയിൽ എന്താ കാണിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും നേരം പറഞ്ഞത് മൊത്തം വെറുതെ ആയല്ലോ എന്നൊരു ഫീലിലേക്ക് എത്തിക്കുന്ന പോലത്തെ ഒരു ട്വിസ്റ്റായിപ്പോയി. ആ ഒരു ട്വിസ്റ്റിൻ്റെ ഒരു എഫക്റ്റ് കാരണം എനിക്ക് അതോടുകൂടി ആ പടത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് പോയി. ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ട്വിസ്റ്റായിപ്പോയി. അതൊരു ഭയങ്കര ലെറ്റ് ഡൗൺ ആയിരുന്നു. അതുവരെ കുഴപ്പമില്ലാണ്ട് വന്നൊരു സിനിമ ഒറ്റയടിക്ക് താഴെ പോയി. പക്ഷേ ഇനി ഒരു പോസിറ്റീവ് ഉണ്ട്. അതായത് ഈ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ഈ ട്വിസ്റ്റ്. അപ്പോൾ ഈ ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കാണിച്ച സീക്വൻസുകളൊക്കെ ഒന്നുകൂടെ പറയണം. അപ്പോൾ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് ഈ സിനിമ തിരിച്ചു കയറുന്നുണ്ട്. അത് ഈ ഒരു തിരക്കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ സംവിധായകൻ്റെ കഴിവാണ്. കാരണം അത്രയും കൊണ്ടുവന്ന് താഴേക്ക് ഇട്ട സാധനത്തിനെ ഇവൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അതുവരെ ലോജിക്കില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും അവൻ ലോജിക്കുള്ള കാര്യമാക്കി മാറ്റുന്നുണ്ട്. അത് ഈ സിനിമയുടെ ഒരു സേവിങ് പോയിൻ്റാണ്. സിനിമയെ രക്ഷിച്ചെടുക്കുന്നത് ഈ എക്സ്പ്ലനേഷനാണ്. ഈ ട്വിസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനുകളാണ്. പിന്നെ അതിൻ്റെ അവസാനത്തെ സീക്വൻസിലും രസമുള്ള ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇമോഷണൽ കാര്യം, പിന്നെ അവിടെ ഒരു ട്വിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു റിവീലിംഗ് ആണ്, അതും വലിയ കുഴപ്പമില്ലാതെ കൊടുക്കുന്നുണ്ട്. സോ ഒരു പോയിന്റിൽ താഴേക്ക് പോയ സിനിമയെ പിന്നീട് തിരിച്ചു പൊക്കി കൊണ്ടുവരുന്നുണ്ട് ഈ സിനിമ. സോ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മൈൻഡിൽ വയ്ക്കുക. കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള, പക്ഷേ
തരക്കേടില്ലാത്ത കുറച്ച് പുതുമയൊക്കെയുള്ള ഒരു ത്രില്ലർ സിനിമയാണ് 11. ഈ ലോജിക് പ്രശ്നങ്ങളും കൂടെ ഒഴിവാക്കിയിരുന്നെങ്കിൽ തമിഴിലെ ഏറ്റവും മികച്ച ത്രില്ലർ സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് ഈ സംവിധായകന്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. ആൾ ടെക്നിക്കലി കൊള്ളാം. ആൾക്ക് കുറച്ചുകൂടെ നല്ലൊരു പ്രൊഡ്യൂസറെയും കുറച്ചുകൂടെ നല്ലൊരു ആക്ടറെയും കിട്ടുകയാണെങ്കിൽ അടിപൊളി സിനിമകൾ ഇനിയും പുള്ളി ചെയ്യും എന്നൊരു പ്രതീക്ഷ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നുണ്ട്. സോ 11 എന്ന സിനിമ ആമസോൺ പ്രൈമിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.